ഞാൻ ഭയങ്കര മടിയനാണ് ബേസിക്കലി. നോവൽ എഴുതാനുള്ള ഒരു ഏകാഗ്രതയോ അതിനു വേണ്ടി ഇരിക്കാനുള്ള ഒരു സമാധാനമോ സ്വസ്ഥതയോ ആഗ്രഹമൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ കഥകൾ നോവലുകളാവേണ്ട പലതും കഥകളാക്കി ചുരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലം എന്ന് പറയുന്ന കഥയുണ്ട്. അത് പാകിസ്ഥാനിലേക്ക് സ്ഥലം അന്വേഷിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അത് വായിച്ച പലരും പറഞ്ഞു അതിലൊരു നോവലുണ്ടെന്ന്. അതേപോലെ ആനന്ദം എന്ന് പറഞ്ഞിട്ടൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ കഥ വായിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ കഥയെക്കുറിച്ച് പറയുന്നത്. ആൾക്കാരുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ മടിക്കയിൽ കുറച്ച് ആൾക്കാർ ഇറാഖ് യുദ്ധം ഉണ്ടല്ലോ, ഇറാഖ് യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ അമേരിക്കൻ പട്ടാളത്തിന് വേണ്ടി പണിയെടുക്കാൻ പോയിട്ടുണ്ട്. അതായത് അവിടുന്ന് ഷാർജയിൽ നിന്ന് ഇവരെ കോൺട്രാക്ട് ബേസ് ഇവരെ അങ്ങോട്ടേക്ക് വിളിക്കുകയും ഇറാഖ് യുദ്ധം നടക്കുമ്പോൾ, ഇറാഖ് അമേരിക്ക യുദ്ധം നടക്കുന്ന സമയത്ത് ഇവർ ഒരു 4-5 മാസം ഈ അമേരിക്കൻ പട്ടാളത്തിൻ്റെ കൂടെ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള 2-3 ചെറുപ്പക്കാരാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞ അനുഭവം വെച്ചിട്ടാണ് ആനന്ദം എന്ന് പറഞ്ഞ കഥ എഴുതുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നിരുന്നിരുന്നെങ്കിൽ അതിൽ ഒരു നോവൽ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇത് നമ്മളൊരു മടി ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ അപ്പോൾ അതിനൊരു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് നമ്മൾ ശ്രീനിവാസൻ പറയുന്ന പോലെ നമ്മളുടെ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു യാത്രയിൽ നോവലിനും ഒരു നോവൽ വരാനുള്ള ഒരു സമയം, ഒരു മുഹൂർത്തമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഇതല്ല എഴുതാൻ വിചാരിച്ചത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ കല്ലണം വൈദ്യർ എന്ന് പറയുന്ന ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹവും EMS കൂടിയിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ദ്വയാംഗ മണ്ഡലമായിരുന്നു. അപ്പോൾ അവിടുന്ന് EMSനൊപ്പം ജയിച്ച ആളാണ് കല്ലടം വൈദ്യർ. പട്ടികജാതിപ്പെട്ട ആളാണ്, ദളിതനായിരുന്നു. പക്ഷേ EMSനേക്കാളും ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം ഭയങ്കര ഒരു വൈദ്യനായിരുന്നു. കുറുക്കൻ്റെ കടിയേറ്റാണ് മരിക്കുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ വീടിന് തൊട്ടടുത്താണ്. ഞങ്ങൾ ഒരു കണ്ണിച്ചിറ പാലമുണ്ട്, പാലം കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒരു കോളനി ഉണ്ട്. അവിടെയാണ് പുള്ളിയുടെ വീട്. അപ്പോൾ വൈദ്യരുടെ ജീവിതം പിന്നെ നോവലാക്കാനാണ് വിചാരിച്ചത്. പക്ഷേ പലവിധ അപ്രതീക്ഷിത കാരണങ്ങളാൽ ഗോപാലേട്ടൻ, അതായത് ഈ ഭാസ്കരേട്ടൻ്റെ ഇതിലത്തെ ഭാസ്കരൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്നോട്, അതിലത്തെ യഥാർത്ഥ കഥാപാത്രം എന്നോട് പറയുകയാണ്, നീ ഇതാദ്യം എഴുതിയാൽ മതി, എന്നിട്ട് മതി മറ്റേ പരിപാടി ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉൾവിളിയിൽ നിന്നാണ് മരണവംശം എഴുതുന്നത്.